ഹായ് ഹലോ വെൽക്കം ടു ഫിസിയോ മാസ്റ്റർ ക്ലാസ്. ഇന്ന് നമുക്ക് ഇലക്ട്രോതെറാപ്പിയുടെ ഹിസ്റ്ററി നോക്കാം. വളരെ പണ്ട് കാലത്ത്, അതായത് 2700 BC കാലഘട്ടത്തിൽ ഏഷ്യൻ്റ് ഈജിപ്തിൽ വയറ്, മെഷീന് പോലുള്ള കാര്യങ്ങൾ ഒന്നുമില്ലായിരുന്ന സമയത്ത് പോലും ഇലക്ട്രിസിറ്റി മെഡിസിനായിട്ട് അവർ ഉപയോഗിച്ചിരുന്നു. എങ്ങനെയെന്ന് ചോദിച്ചാൽ ഹെഡേക്ക്, ഗൗട്ട് പോലുള്ള പെയിന് കുറയ്ക്കാൻ വേണ്ടി ടൊർപെഡോ ഫിഷ്, അതായത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില മീനുകളെ അല്ലെങ്കിൽ മത്സ്യങ്ങളെ ഉപയോഗിച്ചിരുന്നു. പെയിനുള്ള സ്പോട്ടിൽ ഈ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫിഷിനെ വെച്ച് കഴിയുമ്പോഴത്തേക്കും പെയിൻ കുറയുന്നതായിട്ട് അവർക്ക് തോന്നി. ശരിക്കും അത് പെയിൻ കുറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് പോലും അറിയാതെയാണ് അവർ അന്നത്തെ കാലത്ത് ആ ഫിഷിനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യമായി ഇലക്ട്രിസിറ്റി മെഡിസിനായിട്ട് ഉപയോഗിച്ചത് ആ കാലഘട്ടത്തിലാണ്. പിന്നീട് ഒരു 1500 കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇംഗ്ലണ്ടിലെ പ്രശസ്തനായ സയൻറ്റിസ്റ്റായ വില്യം ഗിൽബർട്ടാണ് ഇലക്ട്രിസിറ്റി കണ്ടുപിടിക്കുന്നത്. ആംബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മരങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഒരു റെസിൻ പ്രൊഡക്റ്റ്, ഒരു കറയാണ് ആംബർ എന്ന് പറയുന്നത്. ഈ ആംബർ തമ്മിൽ ഉരയ്ക്കുമ്പോൾ അത് ചില സാധനങ്ങളെ അട്രാക്റ്റ് ചെയ്യുകയും അതുവഴി ചെറിയ സ്പാർക്ക് ഉണ്ടാകുന്നതായിട്ടും ഇയാൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഇലക്ട്രിസിറ്റി കണ്ടുപിടിക്കുന്നത്. 1700 കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോഴേക്കും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ് ഈ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് തണ്ടർ സ്ട്രോമിന് അല്ലെങ്കിൽ ലൈറ്റിനെ പോലെ സെയിം ആണെന്നും നല്ല പവർഫുൾ ആയിട്ടുള്ള സാധനമാണെന്നും അത് നമുക്ക് മെഡിസിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നും കണ്ടുപിടിച്ചത്. അതായത് ആ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് പാരലൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ പോലും നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുമെന്ന് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ കണ്ടുപിടിച്ചു. ആ നൂറ്റാണ്ടിൽ തന്നെ ഇറ്റലിയിലുള്ള ലുജിവി ഗാൽവാനി എന്ന് പറയുന്ന വ്യക്തി ഫ്രോഗിനെ ഡിസെക്ഷൻ ചെയ്യുമ്പോൾ, അതായത് അതിൻ്റെ ബയോളജി പഠിക്കാനായിട്ട് ഫ്രോഗിനെ കീറി മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്കാപ്പല് ഫ്രോഗിൻ്റെ ലെഗിലേക്ക് തൊട്ടപ്പോഴേക്കും ആ മസിൽസിന് ട്വിസ്റ്റിംഗ് ഉണ്ടാകുന്നതായിട്ട് അയാൾ കണ്ടുപിടിച്ചു. അപ്പോൾ യുജി ഗാൽവാനിക്ക് മനസ്സിലായി മെറ്റൽസ് മസിൽസിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പോഴേക്കും മസിൽസിന് ഒരു ആക്ടിവേഷൻ സംഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൺട്രാക്ഷൻ സംഭവിക്കുന്നുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. യുജി ഗാൽവാനി കണ്ടുപിടിച്ചത് സ്കാപ്പൽസ് പോലുള്ള മെറ്റൽസ് ആനിമൽസിൻ്റെ മസിൽസിലേക്ക് വെക്കുമ്പോൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുമെന്നാണ്. അയാൾ അതിനെ ആനിമൽ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു. പക്ഷേ അതിലെന്തോ ഒരു പൊരുത്തക്കേടുള്ളതായിട്ട് അസാൻഡ്രോ വോൾട്ട എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചു. അയാൾ മനസ്സിലാക്കിയത് ആ സ്കാപ്പലിൽ നിന്നാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തതെന്നും ആ സ്കാപ്പല് മസിൽസിലോട്ട് വെച്ചപ്പോഴാണ് ഫ്രോഗിൻ്റെ ലെഗ്സിന് മൂവ്മെൻ്റ് ഉണ്ടായതെന്നുമാണ്. ലൂയിജി ഗാൽവാനി തൻ്റെ എക്സ്പെരിമെൻ്റ് നടക്കുന്ന സമയത്ത് പുറത്ത് നന്നായിട്ട് മഴ പെയ്യുകയും തണ്ടർ സ്ട്രോം ഉണ്ടാകുകയും ചെയ്തു, ലൈറ്റനിങ് ഉണ്ടാകുകയും ചെയ്തു. ആ എനർജി സ്കാപ്പൽസിൽ വന്നപ്പോഴേക്കും ഇലക്ട്രിസിറ്റി ഫോം ആകുകയും അത് നമ്മുടെ ഫ്രോഗിൻ്റെ മസിൽസിൽ വെക്കുമ്പോഴുമാണ് ആ സ്ട്രിച്ചിങ് ഉണ്ടായതെന്ന് വോൾട്ടോ കണ്ടുപിടിച്ചു. മെറ്റൽസിലാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിച്ച വോൾട്ടാനി പൈസ് എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെൻ്റ് നടത്തി. അതുവഴി ഇലക്ട്രിസിറ്റി നേരത്തേക്ക് ഒരു സ്പാർക്ക് പോലെയാണ് ഉണ്ടായിക്കൊണ്ടിരുന്നതിനെ അയാൾ ഒരു സ്റ്റഡി ഫ്ലോ ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി ആയിട്ട് മാറ്റുകയാണ് ചെയ്തത്. ആ സ്റ്റഡി അല്ലെങ്കിൽ ആ സ്റ്റാറ്റിക് ആയിട്ട് ഒഴുകുന്ന ഇലക്ട്രിസിറ്റിനെയാണ് നമ്മൾ ഡയറക്റ്റ് കറണ്ട് എന്ന് പറയുന്നത്. പിന്നീട് 1800 1900 സെഞ്ച്വറീസുകളിൽ എത്തിയപ്പോഴേക്കും മൈക്കിൾ ഫാരഡേ എന്ന് പറയുന്ന വ്യക്തി ഓൾട്ടർനേറ്റ് കറണ്ട് കണ്ടുപിടിക്കുകയാണ് ഉണ്ടായത്. മാഗ്നറ്റിക് ഫീൽഡ് വഴി ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുകയും ഇലക്ട്രിക്കൽ കണ്ടീഷൻ വഴി ഡയറക്റ്റ് കറണ്ടിന് മാറ്റി ഓൾട്ടർനേറ്റ് കറണ്ടുകൾ വീക്കായിട്ടുള്ള മസിൽസിനെ സ്ട്രോങ് ആക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിക്കുകയുണ്ടായി. അവിടെ നിന്നാണ് ഇലക്ട്രിസിറ്റീസ് നമ്മൾ മെഡിസിനായിട്ട് അല്ലെങ്കിൽ പെയിൻ കുറയ്ക്കാനുള്ള രീതിയിൽ മെഡിക്കലായിട്ട് ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയത്. പിന്നെ 19th കാലഘട്ടത്തിലേക്ക് ഇലക്ട്രിസിറ്റിയുടെ കണ്ടുപിടുത്തം കൊണ്ട് വീടുകളിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാൻ, ലൈറ്റുകൾ വരാനായിട്ട്, ഫാന്, അങ്ങനെയുള്ള എല്ലാം ഇലക്ട്രിസിറ്റി വഴി ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. വീടുകളിൽ മാത്രമല്ല, മെഡിസിനിലും മെഡിക്കൽ സയൻസിലും നമ്മൾ ഇലക്ട്രിസിറ്റീസ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇപ്പം 2000 അല്ലെങ്കിൽ ഈ കാലഘട്ടം വരെ, മോഡേൺ ഇലക്ട്രോതെറാപ്പി വരെ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് നമുക്ക് പെയിൻ കുറയ്ക്കാനും ടിഷ്യൂസിനെ ഹീൽ ചെയ്യാനും മസിലിനെ എഡ്യൂക്കേറ്റ് ചെയ്യാനും നെർവിനെ റീജനറേറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഇലക്ട്രോതെറാപ്പിയിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുകയും പല മസിൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന മെഷീൻസുകൾ പുതിയ
ആധുനിക തലത്തിലേക്ക് വരികയും ചെയ്തു. ഒന്ന് ഓർക്കുകയാണെങ്കിൽ പണ്ടൊരു ഇലക്ട്രിക്കൽ ഫിഷിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ നമ്മുടെ ഇലക്ട്രോ തെറാപ്പി സെക്ഷൻസ് ഫിസിയോതെറാപ്പിയിൽ ഹൈടെക് ആയിട്ട് വരാനുള്ള കാരണം ഹ്യൂമൻസിൻ്റെ ക്യൂരിയോസിറ്റിയാണ്. ചെറിയൊരു ഷോക്ക് ഹ്യൂമൻസിനെ ഹീൽ ചെയ്യുന്ന ഒരു മെഡിസിനായിട്ട് നമ്മൾ കണ്ടുപിടിച്ചു.